ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണെങ്കിൽ മഹാലക്ഷ്മി ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷമാണെങ്കിൽ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയും കുഞ്ഞിനെയും കാണാൻ വരുന്നുണ്ട്. മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോടായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ടാ, നമ്മൾക്ക് മാത്രം ഇങ്ങനെ എത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും ദൈവം എന്താണ് നമ്മളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? എന്ത് പാവം ചെയ്തിട്ടാണെന്നറിയില്ല, എന്നാലും ഇങ്ങനെ മാത്രം ശിക്ഷിക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത് എനിക്കും അറിയില്ല മഹി എന്നൊക്കെ കണ്ണനാണെങ്കിൽ മഹിയോട് പറയുന്നുണ്ടെങ്കിലും മഹിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല. അങ്ങനെ മഹിയാണെങ്കിൽ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ കണ്ണേട്ട ഈ അവസ്ഥയിൽ നിന്ന് കണ്ണേട്ടൻ്റെ അടുത്ത് വന്നിട്ട് കണ്ണേട്ടനെ നോക്കാനൊന്നും കഴിയുന്നില്ല, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ മഹി പറയുന്നുണ്ടെങ്കിലും കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മഹി, എന്ത് ചെയ്യാനാണ്, നമ്മുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ആർക്കും ഒരു ഉപയോഗം ഈ കാലത്ത് ചെയ്തുകൂടാ, എന്തായാലും ഉണ്ണി എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നുള്ള കാര്യമൊന്നും ഞാൻ വിചാരിച്ചിരുന്നില്ല. അമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്, ഉണ്ണിയുടെ ആ വീൽ ചെയറിലിരുന്ന വരവ് കണ്ടിട്ട് പോലും അമ്മയ്ക്കാണെങ്കിൽ യാതൊരു സങ്കടവും തോന്നിയില്ല. പക്ഷെങ്കിൽ അത് എന്നെ ഉപദ്രവിച്ചത് കൊണ്ടാണ് അവൻ അവിടെ ഇരിക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് വരെ ഇങ്ങനെയാണ്, അവൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത് തന്നെയാണ് മോനെ ശിക്ഷയായിട്ട് വേണ്ടത്. എന്തായാലും ഒരു മനുഷ്യൻ തെറ്റിൽ നിന്ന് തെറ്റിലോട്ട് പോവാതിരിക്കാൻ നമ്മൾ അയാളോട് പറഞ്ഞു കൊടുക്കണം. പക്ഷെങ്കിൽ തെറ്റ് മനസ്സിലാക്കി വീണ്ടും അത് തെറ്റ് തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് അയാളൊരു തെറ്റുകാരനായിട്ട് അയാൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഉണ്ണി വീണ്ടും തെറ്റ് ചെയ്യുന്നത്. എന്തായാലും മോൻ എന്ത് തീരുമാനം അതിലെടുത്താലും അമ്മ കൂടെ ഉണ്ടാവുമെന്നൊക്കെ കണ്ണനിങ്ങനെ കണ്ണനോട് ദുർഗ പറഞ്ഞെന്നുള്ള കാര്യമൊക്കെ നമ്മുടെ മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്. അമ്മയ്ക്കിപ്പോൾ ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളാണ് മഹി വന്നിട്ടുള്ളത്. അമ്മയെ എന്തായാലും പൂർണ്ണമായിട്ട് തന്നെ വിശ്വസിക്കാം, കാരണം അമ്മ അത്രയേറെ മാറിയിട്ടുണ്ട്. ഞാൻ തന്നോട് പറഞ്ഞിരുന്നില്ലേ, എനിക്ക് ആദ്യം ഒരു അമ്മയെ കിട്ടിയിരുന്നു ദുർഗ, ആ അമ്മയാണ് ഞാനിപ്പോൾ അവരിൽ കാണുന്നത് തന്നെ. കാരണം പണ്ട് അവർക്ക് എന്നോട് എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നോ അത്രത്തോളം അവരിപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും അമ്മ നിനക്ക് ആ വീട്ടിൽ കൂട്ടുണ്ടാവും. എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് നിനക്ക് അങ്ങോട്ടേക്ക് കമലേശ്വരത്തോട്ട് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നൊക്കെ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ മുത്തശ്ശി അടുത്ത് കരുണ പോകുന്നുണ്ട്. കരുണയോടായിട്ടാണെങ്കിൽ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ വീണ്ടും വഴക്കുണ്ടാക്കി നീ വന്നതാണോ, എന്തിനാ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഇവൾക്ക് വേറെ ഒരു പണിയും ഇല്ലല്ലോ, അല്ലാതെ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കി ഇങ്ങോട്ടേക്ക് വരിക, അവളുടെ വയറ്റിൽ കുഞ്ഞു വളരുന്നതിനുള്ള കാര്യം പോലും അവൾ മറന്നു പോവുകയാണെന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മിയുടെ അമ്മ പറയുന്നുണ്ട് ഇത് കരുണയോടാണെങ്കിലും. അപ്പോൾ കരുണയുടെ അടുത്ത് മുത്തശ്ശി പറയുന്നത്, നീ ഇങ്ങ് വന്നേ, മുത്തശ്ശി കുറച്ച് ചോദിക്കാനൊക്കെ ഉണ്ട്, എന്താ പറ്റിയേ, എന്താ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ദുർഗ കരുണ തടിച്ച കാര്യങ്ങളൊക്കെ കരുണ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും അവിടെ നിൽക്കാൻ വയ്യ, ആരുടെയും വേലക്കാരിയായിട്ടും തൂപ്പുകാരിയായിട്ടൊന്നും എനിക്ക് എൻ്റേതായിട്ടുള്ള ഇതൊക്കെയുണ്ട് മുത്തശ്ശി. മുത്തശ്ശി പറയുന്നല്ലേ ആരുടെ അടിമയാവാനൊന്നും എനിക്ക് കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ മുത്തശ്ശി പറയുന്നുണ്ട്, പൊന്നുമോളെ നീ ആരുടെ അടിമ ആവണമെന്നൊന്നും മുത്തശ്ശി പറഞ്ഞില്ല, പക്ഷേങ്കിൽ ഇതേ ഉള്ളൂ ഇപ്പോൾ ഒരു വഴി, നിൻ്റെ ഈ കുഞ്ഞിനെ കളയാൻ നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കരുത്. കാരണം ഈ കുഞ്ഞ് മാത്രമാണ് ഇപ്പം നിൻ്റെ തുറിപ്പിച്ചിട്ട് അത് നീ കീറിക്കളഞ്ഞാൽ പിന്നീട് നിനക്ക് അങ്ങോട്ടേക്ക് പോകാനേ കഴിയില്ല. ഉണ്ണിയുടെ സ്വഭാവമാണെങ്കിൽ ഇപ്പോൾ വളരെയധികം തന്നെ മോശമാണ്, അതൊരിക്കലും നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞിനെ വെച്ചാണ് അവൻ്റെ സ്വഭാവം നിനക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അതെന്തായാലും നീ മറന്നു പോകരുത്. അതുകൊണ്ട് ഇപ്പം തന്നെ എൻ്റെ മോള് അവിടെ പോയി തിരിച്ചു പോകണം. അപ്പോൾ കരുണ പറയുന്നുണ്ട്, എനിക്കത് സാധ്യമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുർഗ എന്തായാലും മാറിയത് കാര്യം അവിടെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അവളുടെ മാറ്റം നല്ലത് തന്നെയാണ്. പക്ഷേ നീ മുഴുവനായിട്ടൊന്നും മാറണ്ട, മാറിയതുപോലെ നീയൊന്ന് അഭിനയിച്ചാൽ മതി, എന്നിട്ട് അവിടെയുള്ള ആൾക്കാരെ പരസ്പരം തെറ്റിക്കാൻ നിനക്കേ കഴിയുള്ളൂ, അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുക, ഇപ്പം മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലെന്നൊക്കെ എങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ അടുത്ത്. അങ്ങനെ കരുണയാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് കമലേശ്വരം വീട്ടിലോട്ട് തിരിച്ചു പോകുന്നുണ്ട്. അതേ സമയമാണ് മഞ്ജു അവിടെ എത്തുന്നത്. മഞ്ജുവിനോട് ഈ കാര്യങ്ങളെല്ലാം മഹി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ജു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കൊണ്ട മഞ്ജു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കമലേശ്വരം വീട്ടിലെത്തുന്നുണ്ട്. അവിടെ എത്തിയിട്ട് നമ്മുടെ ഉണ്ണി എവിടെയാണ് എന്നാണ് ആദ്യം തന്നെ കരുണയാണ് നമ്മുടെ ദുർഗയോട് ചോദിക്കുന്നത് മഞ്ജു ആണെങ്കിൽ. അപ്പോൾ അവൻ മുകളിലുണ്ടെന്നും അവന് വയ്യാതിരിക്കുകയാണെന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട്. അപ്പോഴേക്കും കരുണയാണെങ്കിൽ ഇങ്ങനെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിയാണെങ്കിൽ ഇങ്ങനെ അകത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മഞ്ജു വന്ന് ഉണ്ണിയുടെ കഴുത്തിന് നേരെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ,
നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത്? നിൻ്റെ സ്വന്തം ചേട്ടനല്ലേ അത്? അയാൾ തന്ന പൈസ വെച്ചല്ലേടാ നിനക്ക് ഗുണ്ടകൾക്ക് പൈസ കൊടുക്കാൻ പോലുള്ള ഇതുണ്ടായത്. എന്നിട്ടും അയാളെ കൊല്ലാൻ നിനക്ക് എങ്ങനെയാടാ കഴിയുന്നതെന്നൊക്കെ ഇങ്ങനെ മഞ്ജു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയുടെ കാരണം നോക്കി പൊട്ടിക്കുന്നുണ്ട്. നിനക്കിതല്ല, ഇതിൻ്റെ അപ്പുറമാണ് കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജു ആണെങ്കിൽ ആ റൂമിൽ നിന്ന് ദുർഗയുടെ അടുത്ത് വരുന്നുണ്ട്. ദുർഗയാണെങ്കിൽ പറയുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇങ്ങനെ ബഹളം വെക്കുന്നത്? എന്താ ഇപ്പോൾ പ്രശ്നം? അപ്പോൾ അമ്മ ഒന്നും അറിഞ്ഞില്ലേ? അതോ അറിയാത്ത പോലെ അഭിനയിക്കുകയാണോ നിങ്ങളെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണന് പറ്റിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കണ്ണനാണെങ്കിൽ തിരിച്ചടി അവനെ കൊടുക്കുകയും ചെയ്തല്ലോ. ഇങ്ങനെ ബഹളം വെച്ചിട്ട് എന്തിനാ? നിൻ്റെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ, നീ ഇച്ചിരി ഒന്ന് അടങ്ങിയിരിക്കും മോളെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ മഞ്ജു പറയുന്നുണ്ട്, ഓ വന്നല്ലോ അടുത്തവൾ. ഈ അമ്മയ്ക്ക് ഈ കണ്ണേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും ഇവളെ ഒന്നും ഈ വീട്ടിലോട്ട് കയറ്റുകയില്ല. അതെന്തായാലും അമ്മയും ഇവളും കൂടെ അഭിനയിക്കുകയാണെന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. അല്ലെങ്കിൽ അമ്മയ്ക്കൊരു മാറ്റം ഉണ്ടാവാനൊന്നും പോകുന്നില്ല. അപ്പോൾ ദുർഗ പറയുന്നുണ്ട്, നിനക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ നിൻ്റെ സ്വന്തം അമ്മയില്ലേ? നീ ആണെങ്കിൽ ആദ്യമേ ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ? ഇപ്പോഴല്ലേ നീയും മാറി വന്നത്? എല്ലാവർക്കും തെറ്റ് മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തെന്നിരിക്കാം. എന്നാലും തെറ്റ് മനസ്സിലാക്കിയതിന് ശേഷം ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിൽ. ആ സമയത്ത് മഞ്ജുവിനും ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്, ഇനിയിപ്പോൾ അമ്മയുടെ മാറ്റം യഥാർത്ഥം തന്നെയാണോ? അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു യഥാർത്ഥ കാര്യങ്ങളായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മഞ്ജു ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്ന സമയത്താണ് കണ്ണൻ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കണ്ണനോടായിട്ട് പറയുന്നുണ്ട്, എന്തിനാ കണ്ടേട്ടാ ഇവളെ ഈ വീട്ടിലോട്ട് കയറ്റി കൊണ്ടുവന്നത്? കണ്ണേട്ടനോട് ഞാൻ എത്ര പറഞ്ഞതാണ് കരുണയെ ഈ വീട്ടിൽ കൊണ്ടുവരരുതെന്ന്. ഇനിയിപ്പോൾ ഏട്ടത്തിയും കുഞ്ഞും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവൾ എന്തെങ്കിലും ഒരു പണി ചെയ്തു വെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്ങനെയെങ്കിലും ഇവളെ അടിച്ച് പുറത്താക്ക് കണ്ണേട്ടാന്നൊക്കെ പറയുമ്പോൾ, വേണ്ട, അവളുടെ വയറ്റിൽ കുഞ്ഞുള്ളതല്ലേ, അവളുടെ അടുത്ത് നിന്നോട്ടെ. അവളുടെ വയറ്റിലുള്ളത് ഉണ്ണിയുടെ കുഞ്ഞായതുകൊണ്ട് ആ ഒരു പരിഗണന, ആ കുഞ്ഞിനോടുള്ള പരിഗണന ആണ് ഞാൻ അവളോട് കാണിക്കുന്നത്. അല്ലാതെ മറ്റൊരു പരിഗണനയും എനിക്കിനിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ഞാനും മഹി എന്തായാലും ഇവിടെ താമസിക്കില്ല, അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ, അത് മോളോട് വഴിയെ ഏട്ടൻ പറഞ്ഞോളാന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിട്ട് വരാം. ബൈ.